അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപമാനിച്ചുവിട്ട യുക്രൈൻ പ്രസിഡന്റിന് ബ്രിട്ടനിൽ വൻ സ്വീകരണമാണ് ലഭിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായും വ്ളാഡിമിർ സെലൻസ്കി ചർച്ച നടത്തിയെന്ന വാർത്തകൾ വരുന്നു. യൂറോപ്യൻ യൂണിയൻ യുക്രൈന് പിന്തുണയുമായി യോഗം ചേരുന്നു. അമേരിക്കയുടെ സഹായത്തിന് നന്ദി പറഞ്ഞ വ്ളാഡിമിർ സെലൻസ്കി. എന്തായാലും ലോകത്തിന്റെ മുമ്പിൽ സെലൻസ്കി വീണ്ടും വീരനായകനായി മാറിയെന്നുള്ളതാണ് ട്രംപ് ചെയ്ത ഈ വർഷത്തെ ഏറ്റവും വലിയ സംഭാവന. ഗുഡ് മോർണിംഗ് വി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹായ്. ജെയിംസ്, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം നന്നായി പോകുന്നുണ്ട് എസ് കെ എൻ. അപ്പോൾ ആരോഗ്യമൊക്കെ ഇത്തിരി നന്നായി പോകാൻ തോന്നുന്നല്ലേ? ആരോഗ്യമൊക്കെ വളരെ സ്ട്രോങ് ആണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കർമ്മം കഴിഞ്ഞ് കിടന്നുറങ്ങാണോ പതിവ്? ഇല്ല, രാവിലെ എഴുന്നേറ്റ് നമ്മൾ വളരെ ആക്റ്റീവ് ആവും. അത്യാവശ്യം എന്താണ് രാവിലെ പി ജെയിംസ് പ്രധാനം? ജിമ്മിൽ പോവാണോ അതെന്താ? അത് നടക്കാൻ രാവിലെ പോകാൻ സമയം കിട്ടില്ല എസ് കെ എൻ. ഇത് വേൾഡ് വാർത്തകളൊക്കെ നോക്കണ്ടേ? അത് ഇന്റർനാഷണൽ ന്യൂസ് വന്നതിന് ശേഷം രാവിലെ പറ്റില്ല, വൈകുന്നേരമാണ് ജിമ്മിൽ പോകാറുള്ളത്. പിന്നെ ജനങ്ങൾക്കൊരു പരാതിയുണ്ട്, ഇപ്പൊ പി ജെയിംസ് കാര്യമായിട്ട് CNN BBC ഒക്കെ കോപ്പി അടിക്കുകയാണെന്ന്. അതൊക്കെ പറയും, അതൊക്കെ വളരെ നല്ല കാര്യമല്ലേ, അതൊക്കെ വായിക്കണല്ലോ. നല്ലവരെ കോപ്പി അടിക്കുന്നത് നല്ലത്. മറ്റേ അമേരിക്കൻ മാധ്യമങ്ങളെ കോപ്പി അടിക്കുകയാണെങ്കിൽ ട്രംപിനെ അനുകൂലിച്ചാൽ പറയാൻ പറ്റുള്ളൂ. ട്രംപിനെതിരെയാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. അതിന്റെ അർത്ഥം മാധ്യമങ്ങളെതിരായി വന്നിട്ടുണ്ട് പി ജെയിംസിന്, കുറച്ച് വന്നിട്ടുണ്ട്. ഇത്തവണ മാധ്യമങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അമേരിക്കയെ നാണം കെടുത്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. അതല്ല, കാണിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നയതന്ത്രജ്ഞതയിൽ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമായി. തീർച്ചയായിട്ടും. ഇനി പി ജെയിംസ് നമ്മുടെ വാചകടി നിർത്തിയിട്ട് നാളിൽ പറയും കാര്യത്തിലേക്ക്. എസ് കെ എൻ, ഈ അമേരിക്കയില് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അപമാനിച്ചു വിട്ട വ്ളാഡിമിർ സെലൻസ്കി നേരെ പോയത് ബ്രിട്ടനിലേക്കാണ്. കാരണം ബ്രിട്ടനിലെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായിട്ട് ചർച്ച നടത്താനുള്ള തീരുമാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ പോയി അവിടെ നിന്നപ്പോൾ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. നമുക്ക് വിഷ്വൽസ് കാണുമ്പോൾ തന്നെ കാണാം, ഒരു മോട്ടോർ കെയ്ഡ്, നിറയെ കാറുകളും മോട്ടോർ കെയ്ഡൊക്കെ ആയിട്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ച് നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോയത്. വസതിയുടെ മുമ്പിൽ രണ്ടുപേരും, കെയർ സ്റ്റാർമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും സെലൻസ്കിയും ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. പിന്നീട് അവർ തമ്മിൽ സൗഹൃദ ചർച്ച നടത്തി. പിന്നെ കെയർ സ്റ്റാർമർ പ്രത്യേകിച്ച് വലിയ രീതിയിൽ നിന്നറിയാം ആലിംഗനം ചെയ്താണ് സ്വീകരിച്ചത്. ഒരു പക്ഷേ ട്രംപ് കൊടുത്ത അപമാനത്തിന് ഞങ്ങൾ യൂറോപ്യൻ യൂണിയൻ പങ്കാളിയല്ല, യൂറോപ്പ് സെലൻസ്കിയോടും യുക്രൈൻ ജനതയോടും ഒപ്പമാണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള സ്വീകരണമാണ് ബ്രിട്ടൻ നൽകിയത്. എന്ന് മാത്രമല്ല, നാളെ യൂറോപ്യൻ യൂണിയൻ്റെ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേരുകയാണ് ഉക്രൈൻ പ്രശ്നം ചർച്ച ചെയ്യാൻ. ഉക്രൈനിൽ റഷ്യയുടെ ഇതിനെതിരെ എന്തൊക്കെ സ്ട്രാറ്റജി എടുക്കണം, പ്രത്യേകിച്ച് അമേരിക്ക കൈവിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയെ കൂടെ കൂട്ടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണോ, അല്ലെങ്കിൽ യൂറോപ്പ് ഒറ്റക്കെട്ടായിട്ട് ഉക്രൈന് പിന്തുണ പ്രഖ്യാപിക്കണം. കാരണം യുക്രൈനിൽ റഷ്യ ജയിച്ചാൽ പിന്നെ പോളണ്ട് അടക്കമുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് റഷ്യൻ പട ഇരച്ചു കയറുമെന്നാണ് അവർ കരുതുന്നത്. അപ്പോൾ യൂറോപ്പിൻ്റെ സുരക്ഷ തന്നെ ഭീഷണിയായിരിക്കുന്നു. ഇതുവരെ അമേരിക്കയാണ് ആ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. 1949 ഹാരി ട്രൂമാൻ നൽകിയ പിന്തുണയ്ക്ക് ശേഷം ഇതുവരെ ഒരു അമേരിക്കയുടെ ഒരു പ്രസിഡന്റും യൂറോപ്പിനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും തള്ളിപ്പറഞ്ഞിട്ടില്ല. അവർ ഏറ്റവും വലിയ ശക്തി യൂറോപ്പാണ് അമേരിക്കയ്ക്ക്. പക്ഷേ അത് തള്ളിപ്പറഞ്ഞുകൊണ്ട് പരമ്പരാഗതമായ കൂട്ടുകെട്ടുകളെ മുഴുവൻ മറികടന്നുകൊണ്ടാണ് റഷ്യയുമായി ചങ്ങാത്തം സമ്പാദിച്ചത്. ഇത് മാത്രമല്ല, റഷ്യയിൽ ആഹ്ലാദ പ്രകടനമാണ്. അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ അതിനെ വലിയ പ്രകീർത്തിച്ചുകൊണ്ടാണ് റഷ്യൻ TV ചാനലുകളും പത്രങ്ങളും എഴുതിയിരിക്കുന്നത്. പക്ഷേ അമേരിക്കൻ മാധ്യമങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ ഡെമോക്രാറ്റുകൾ ഒന്നടങ്കം പ്രസിഡന്റ് ട്രംപിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഭൂരിപക്ഷം ട്രംപിനോടൊപ്പമാണ്. അമേരിക്കയുടെ കാര്യമാണ് ട്രംപ് പറഞ്ഞതെന്നുള്ളത്. എന്തായാലും സെലൻസ്കിക്ക് അല്പം വൈകിയാണെങ്കിലും അല്പം കൂടിയൊക്കെ കോംപ്രമൈസ് ആവാമാരും തോന്നിക്കാണണം. അതുകൊണ്ട് അമേരിക്ക ചെയ്ത ഉപകാരത്തിന് 14 തവണ നന്ദി പറഞ്ഞുകൊണ്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉക്രൈൻ യുദ്ധം വീണ്ടും ശക്തിപ്പെടുന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ സഹായം കിട്ടാതെ വന്നാൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചിന്തയുണ്ട്. എന്തായാലും ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കൂടുതൽ ആയുധങ്ങൾ നൽകും. ബ്രിട്ടൻ പറയുന്നു, ഫ്രാൻസ് പറയുന്നു. ഇപ്പോൾ യൂറോപ്പ് കൂടുതൽ ആയുധങ്ങൾ നൽകും, അമേരിക്കയെ കൂടെ നിർത്താനുള്ള നീക്കങ്ങൾ നടത്തും, നാറ്റോ സഖ്യം പൊളിയാതിരിക്കാനുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. പക്ഷേ റഷ്യ വലിയ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ യുദ്ധത്തെ നേരിടാൻ പോകുന്നത്. എസ് കെ പി ജെയിംസ്, മറ്റൊരു കാര്യം, ഈ പശ്ചിമേഷ്യയിൽ വീണ്ടും ഭീതി പരക്കുന്നു എന്ന രീതിയിലൊരു വാർത്ത വരുന്നുണ്ടല്ലോ. ഈ ഗസയിൽ വെടിനിർത്തൽ കരാറിൻ്റെ 2ാം ഘട്ട ചർച്ച പൊളിഞ്ഞതോടെയാണ് ഈ ഭീതി വന്നിരിക്കുന്നത്. 1ാം ഘട്ട കരാർ 1 മാസം നീട്ടണം എന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു, പക്ഷേ ഹമാസ് അത് തള്ളിക്കളഞ്ഞല്ലോ. എന്താണ് പശ്ചിമേഷ്യയിലെ പുതിയ ഡെവലപ്മെന്റ്? എസ് കെ എൻ, ഈ കൊണ്ടും കൊടുത്തും നീങ്ങുന്ന രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോയി. ആദ്യം 1ാം ഘട്ട ചർച്ചകൾ, അതിനിടയിലാണ് ബന്ദികളുടെ കൈമാറ്റം സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടായത്. ഇസ്രായേൽ പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നത് വൈകിപ്പിച്ചു. പെട്ടെന്നൊരു യുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടായി. ഇസ്രായേൽ പ്രധാനമന്ത്രി
ഗസയിലും വീണ്ടും ആക്രമിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും ഖത്തറും ഈജിപ്തും അമേരിക്കയും അടങ്ങുന്ന മധ്യസ്ഥർ ഇടപെട്ട് പ്രശ്നം തീർത്താണ് പിന്നെ പലസ്തീൻ തടവുകാർ 600 പേരെ വിട്ടയച്ചത്. അതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് രണ്ടാം ഘട്ട ചർച്ച കെയ്റോയിൽ ആരംഭിച്ചത്. പക്ഷേ അത് ചർച്ച വിജയിച്ചില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ സംഘം അവിടുന്ന് തിരിച്ചുപോയി. ഇനി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ആവശ്യം ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചുകൊണ്ട് 1 മാസം കൂടി പോട്ടെ എന്നാണ്. പക്ഷേ രണ്ടാം ഘട്ട ചർച്ചയിൽ കുറച്ചുകൂടി തീവ്രമായ നിലപാടുകൾ എടുക്കേണ്ടി വരും. ഇസ്രായേൽ സൈന്യം അവിടുത്തെ ഇടനാഴിയിൽ നിന്ന്, ഗസയ്ക്കും ഈജിപ്തിനും ഇടയുള്ള ഇടനാഴിയിൽ നിന്ന് മാറണം. പല ഇസ്രായേൽ സൈന്യം പിന്മാറാൻ കൂട്ടാക്കുന്നില്ല. പ്രത്യേകിച്ച് അവിടെ ഹമാസ് ശക്തിയോടെ വീണ്ടും വരുന്നു എന്നുള്ളത് അവരെ വല്ലാതെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. പച്ച റിബൺ കെട്ടി മാസ്ക് ധരിച്ചുള്ള അവരുടെ പോരാളികളൊക്കെ രംഗത്ത് വരുന്നത് കാണുമ്പോൾ ഈ ഹമാസിനെ ഒതുക്കി കെട്ടി എന്നുള്ള ഇസ്രായേലിൻ്റെ പ്രഖ്യാപനമൊക്കെ തെറ്റായി എന്ന് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് SKN പശ്ചിമേഷ്യയിൽ വീണ്ടും പ്രശ്നങ്ങൾ പുകയുകയാണ്. യുദ്ധത്തിലേക്ക് എത്തില്ലെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ ടഫായിട്ടുള്ള ഇസ്രായേലിൻ്റെ സൈന്യം പിന്മാറുക, അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇസ്രായേലിലെ വലതുപക്ഷ തീവ്രവാദി സഖ്യമാണ് വലിയ രീതിയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നത്. അവരൊരു തരത്തിലും അംഗീകരിക്കുന്നില്ല. ഇതിനിടയിൽ ഗസയെ ചൊല്ലി ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടി എഴുതിയ ഗസയുടെ ചരിത്രം വലിയ വൈറലായിരിക്കുകയാണ്. കാരണം ഗസ ഉല്ലാസ കേന്ദ്രമായിട്ട് വിൽക്കണമെന്ന് ട്രംപ് പറയുമ്പോൾ ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യത്തിൻ്റെതാണ് അവിടുത്തെ പഴമക്കാരും പുതിയ തലമുറക്കാരും അതിനെക്കുറിച്ച്. ഗസ ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമാണ് എന്നുള്ള രീതിയിലാണ്. പലസ്തീൻ ജനതയുടെ ഐഡൻറ്റിറ്റിയുടെ ഇതാണ്. ബാബിലോണിയൻസ്, ഫിനീഷ്യൻസ്, റോമൻസ് ഇങ്ങനെ തുടങ്ങി ഒരുപാട്, ഓട്ടോമൻ എംപയർ, ഇതൊക്കെ തുടങ്ങി ഒരുപാട് വിഭാഗങ്ങളെ ഒത്തൊരുമിച്ച് കൊണ്ടുപോയ ഗസയെ അതിൻ്റെ സാംസ്കാരിക ചരിത്രം നശിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നെന്ന രീതിയിൽ ഒരു മറുപ്രചരണവും അറബ് രാജ്യങ്ങളിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. SKN. താങ്ക് യു, പി ജെയിംസ്. ഇനി നമുക്ക് വിദേശ വാർത്തകളുമായി നാളെ കാണാം.